മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. അങ്കമാലിയിൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് 2026 ഫെബ്രുവരി 1 മുതൽ 8 വരെ നടക്കും. അങ്കമാലിയിൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് 2026 ഫെബ്രുവരി 1 മുതൽ 8 വരെ അങ്കമാലി കിങ്ങിണി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുമെന്ന് അങ്കമാലി സ്പോർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് മുൻ MLA PJ ജോയ് അറിയിച്ചു. പുരുഷ വനിതാ മത്സരങ്ങളിൽ ഇന്ത്യയിലെ 1-ാം നമ്പർ ടീമുകൾ പങ്കെടുക്കുമെന്നും കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബിനോയ് ജോസഫ് പറഞ്ഞു. അങ്കമാലിയിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പിൽ ഒരു സ്റ്റേഡിയം പണിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അതിന് മുനിസിപ്പാലിറ്റി മറ്റു ജനപ്രതിനിധികളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സഹകരിച്ച് ഒരു സ്റ്റേഡിയം അടിയന്തരമായി നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾക്ക് മുൻകൈയെടുക്കാൻ അസോസിയേഷൻ തയ്യാറാകണമെന്നും അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് വർഗീസ് ജോർജ് പൈനാടത്ത് പറഞ്ഞു. അവർക്ക് നമ്മൾ ഈ ടെൻഡേറ്റീവ് ഡേറ്റ് ഫെബ്രുവരി 1 മുതൽ 8 വരെ കൊടുത്തിട്ടുണ്ട്. അതിന് ഈ മാറ്റം വരാൻ വഴിയില്ലാന്ന് തന്നെയാണ് തോന്നുന്നത്. ഏതായാലും അങ്കമാലിയിൽ ഇതുവരെ നടന്നിട്ടുള്ള വോളിബോൾ മത്സരങ്ങളെക്കാളും വളരെ വാശിയേറിയതും കാണികൾക്ക് ഇമ്പം പകർന്നതുമായ രീതിയിലുള്ള ഒരു വോളിബോൾ ടൂർണമെന്റ് ആകട്ടെ എന്ന് ആശംസിക്കുകയും എന്നാൽ കഴിയുന്നതും കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷനെ ചെയ്യാൻ പറ്റുന്നതുമായ എല്ലാവിധ. അങ്കമാലി രുക്മിണി ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം MLA റോജി M ജോൺ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് PJ ജോയ് അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി ജോസ് തെറ്റിൽ, മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ, വോളിബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബിനോയ് ജോസഫ്, ടെക് ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KK ഷിബു, KTDC ബോർഡ് മെമ്പറും മുൻ മുനിസിപ്പൽ ചെയർമാനുമായ ബെന്നി മൂഞ്ഞേലി, TM വർഗീസ്, ഫ്രാൻസിസ് K പൈനാടത്ത്, നിക്സാൻ മാവേലി, KA ചാക്കോച്ചൻ, സാജു ചാക്കോ, ജോർജ് സ്റ്റീഫൻ, ടോണി പറമ്പി, ജോൺ പള്ളിപ്പാടൻ, സ്റ്റീഫൻ കോട്ടയ്ക്കൽ, NP വിൻസെന്റ്, ജോണി കുര്യാക്കോസ്, കൊച്ചുത്രേസ്യ തങ്കച്ചൻ, മാർട്ടിൻ മുണ്ടാടൻ, കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. 251 അംഗ സ്വാഗത സംഘവും രൂപീകരിച്ചു. തുടർന്ന് വിവിധ കമ്മിറ്റി ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.